ഭരണപക്ഷത്തെ പോലെ തന്നെ അതും ഭീമാകാരനായ 99 സീറ്റുമായിട്ടിരിക്കുന്ന ഒരു ഭരണത്തെ നിയന്ത്രിക്കുന്നതിന് ബാക്കി 41 സീറ്റുള്ള ഒരു പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോഴും സ്വർണത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ ഈ ജോക്കറും റാണിയും ഒക്കെ ചീട്ടുകളിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന പോലെ സോണിയാഗാന്ധിയുടെ പടവും ഇട്ട് ഇപ്പുറത്ത് വാസവൻ മന്ത്രിയുടെ പടവും ഇട്ട് പിന്നെ കടകംപള്ളിയുടെ ഇടും, അത് കഴിഞ്ഞ് അപ്പുറത്ത് രാഹുലിന്റെയും പ്രിയങ്കയുടെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്വർണം മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന SIT കൊണ്ട് കണ്ടുപിടിപ്പിച്ച് കൊണ്ടുവന്ന് വയ്ക്കുവാൻ പറയാനായിട്ട് ഒരു ശബ്ദം നിയമസഭയിൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കിനി ഒരു സംഘത്തിന്റെ ശബ്ദമാണ് നിയമസഭയിൽ വേണ്ടത് എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഭരണം വിളിച്ചോതിയിരിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് ജനശബ്ദം നിയമസഭയിൽ വേണമെങ്കിൽ അതിനൊരു സംഘത്തെ തെരഞ്ഞെടുത്തോളൂ എന്ന് തന്നെയാണ് സന്ദേശം ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നൽകിയിട്ടുള്ളത്. മറ്റ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഡീൽ ആൻഡ് പീൽ, അതിപ്പോ കേന്ദ്രത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞ 2 വാക്കിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കുന്നവരെല്ലാം മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കി കൊടുക്കുന്നവർ മനസ്സിലാക്കി കൊടുക്കട്ടെ. മഹത്തരമായ വാക്കുകളാണ് പറഞ്ഞത്. എനിക്കിപ്പോ സംശയം, ഇത് CPM-ഉമായിട്ട് ഡീലെന്ന് ഒരു പക്ഷം പറയുക, അല്ല കോൺഗ്രസുമായിട്ട് ഡീലെന്ന് മറ്റേ പക്ഷം പറയുക, ഇവരുടെ എല്ലാം ഇതൊരു ആരോപണമാണോ അതോ പരിദേവനമാണോ എന്നാണ് എന്റെ സംശയം. അവര് ഞങ്ങളുടെ കൂടെ ഇല്ല, ഡീലുണ്ടാക്കിയിരിക്കുന്നത് മറ്റവരുടെ കൂടെയാണെന്ന് പറയുന്ന കൊതിക്കറിവാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ BJP NDA സഖ്യം എത്ര ശക്തമാണ് കേരളത്തിൽ എന്ന് പറയുന്ന അവരുടെ മനസ്സിലാക്കലല്ലേ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങളുടെ മാറിയ ഒരു മനോനില, ഒരു മൈൻഡ് സെറ്റ്, യഥാർത്ഥ ട്രാൻസ്ലേഷൻ ആണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉദ്ദേശിച്ചത് മൈൻഡ് സെറ്റാണ്. ഒരു വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയെ ചിന്തിക്കാതിരിക്കാനുള്ള ചില ചെപ്പടി വിദ്യകളുമായിട്ടാണ് ഈ വാക്കുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഡീലിന് ഞാൻ പീലിന്റെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങളും അങ്ങനെ പാടും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സജീവനെ സംബന്ധിച്ച് സജീവമായ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഇത്രയും കാലം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം മാത്രം നിങ്ങൾ അപഗ്രഥിച്ച് ഒരു അവലോകനം നടത്തി സജീവൻ അങ്ങനെ ഒരു സംഘം ശബ്ദം കേരള നിയമസഭയിൽ മെയ് മാസത്തിന് ശേഷം ഉണ്ടാവണമെങ്കിൽ അതിൽ സജീവന്റെ ശബ്ദം കൂടി ശക്തമായി കോഴിക്കോട്ടുകാർക്ക് വേണ്ടി, കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഉണ്ടാവണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ സജീവൻ മാത്രമല്ല, പ്രഫുല്ലും നവ്യയും പ്രകാശ് ബാബു ജയിച്ചു വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഒരു സ്വപ്നക്കാഴ്ച, ഒരു മായക്കാഴ്ച എന്ന് പറയുമ്പോഴൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിട്ടാണ്. മായക്കാഴ്ചയെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഈ പാലക്കാട് നടന്ന 1.5 വർഷം മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥിയെങ്കിൽ ജയിച്ച് വന്നേന് എന്നുള്ളത് കേരളത്തില് രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങൾക്കറിയാം. അങ്ങനെ ജയിച്ചു വന്നിരുന്നെങ്കിൽ എന്തായന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഏക സ്ത്രീയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം എത്രമാത്രമായിരുന്നേന് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പൊ ശോഭയെ പോലെ, സുരേന്ദ്രനെ പോലെ, മുരളീധരനെ പോലെ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ, സന്ദീപ് വാചസ്പതിയെ പോലെ, അനൂപ് ആന്റണിയെ പോലെ ഒരു പറ്റം ഷോൺ ജോർജ് എന്ന് ഞാൻ ആദ്യം പറയും. അപ്പന്റെ മോനാണ്. അപ്പനും വരണം, മകനും വരണം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും അവർക്ക് മുള്ളുമെത്ത മാത്രമേ ഭരിക്കാൻ ഇരിക്കാനും
കിടക്കാനും കിട്ടൂ, നിൽക്കാനും നടക്കാനും കിട്ടൂ എന്ന് പറയുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന തീരുമാനം കുറിക്കേണ്ടത് ഈ ഇലക്ഷനിൽ കേരളത്തിലെ ജനതയാണ്. രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ നിശ്ചയം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. നമ്മൾ എല്ലാ തവണയും പരീക്ഷിക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പിലൂടെ ചെയ്യുന്നത്. പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു മാറ്റമുള്ള പരീക്ഷണം നിങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏത് ഘനത്തിലും ആഴത്തിലും വ്യാപ്തിയിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിന്റെയൊക്കെ നന്മ ജനങ്ങളിൽ വന്ന് വർഷിക്കുന്നതും ഭവിക്കുന്നതും നമുക്ക് നുണഞ്ഞാസ്വദിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ പ്രിയ സഹോദരൻ സജീവനെ വിജയിപ്പിച്ച് കേരള നിയമസഭയിലേക്ക് അയക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.